ഇപ്പോഴേ അവിടെ ഇപ്പം കണ്ണം നിൽക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിലുകളുണ്ടോ? കൃത്യമായി ഏതൊക്കെ സേനാ വിഭാഗങ്ങൾ എവിടെയൊക്കെ പരിശോധനകൾ നടത്തും? ഇവിടെ കൃത്യമായും പ്രധാനമായും സൈന്യം, പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് എന്നീ 4 സംവിധാനങ്ങൾ, ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ, ഒപ്പം തന്നെ വിവിധ റെസ്ക്യൂ ടീമുകൾ, NDRF, അതുപോലെ തന്നെ മറ്റുള്ള സേനാ സംവിധാനങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ തിരിഞ്ഞ പരിശോധനകൾ നടത്തുകയാണ്. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ 2 ഭൗതിക ശരീരങ്ങൾ ലഭിച്ചു എന്നുള്ള ഒരു മെസ്സേജ് സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരാളെ വനം വകുപ്പ് രക്ഷിച്ചു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പല ആൾക്കാരും ഇപ്പോൾ എവിടെയൊക്കെ എത്തുന്നുണ്ട്. കാര്യം ആ ദുരന്ത സമയത്ത് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയത് മാത്രം വാരിയെടുത്തുകൊണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ഒരു ആശ്വാസമുള്ള സ്ഥലത്തേക്ക് പോയ പല ആൾക്കാരും തിരിച്ചെത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് അവരുടെ സർവസ്വം നഷ്ടപ്പെട്ടു. പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ, ഞങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് തെളിയിക്കാൻ, ഞങ്ങൾക്കൊരു ID കാർഡെങ്കിലും കണ്ടെത്താൻ വേണ്ടിയുള്ള അത് നൽകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, അങ്ങനെയൊക്കെ ഓടി നടക്കുന്നവരെ സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നു. പറയുമ്പോൾ അത്രത്തോളം വിഷമമുണ്ട് ദിവേഷ്. കാര്യം ഒരിക്കലും അങ്ങനെ ഒരു ജനത്തിനും ഒരു വ്യക്തിക്കും അങ്ങനെ സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെയുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ദുഃഖം സമാനമായ ഒരു അന്തരീക്ഷമാണ്. ഞാൻ രാവിലെ മോത്തിയുമായി സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തേക്ക് വന്നതാണ്. ആ സമയത്തൊക്കെ തന്നെ വളരെ പ്രകൃതിരമണീയമായ ഒരു ചെറിയ പുഴ, അതിനോട് ചേർന്നും ഒരു സ്കൂള്, അതിനോട് ചേർന്ന് കുറേ കുട്ടികൾ, വളരെ എന്താ പറയുക, ഏറ്റവും പ്രകൃതി മായ ശാന്തത നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ഏതാണ്ട് വലിയ പാറക്കെട്ടുകളും പുഴ വലുതായി വന്യമായി ഒഴുകുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെ കാണുമ്പോൾ ഇതെന്താണ് ഈ നാടിന് സംഭവിച്ചതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അത്ര ദയനീയമാണ് ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ തന്നെ അവസ്ഥ. വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. എല്ലാവരും ക്യാമ്പുകളിലൊക്കെ തന്നെയാണ്, പല ആൾക്കാരും ചികിത്സയിലൊക്കെ തന്നെയാണ്. അപ്പോഴും അവരുടെ ഉറ്റവർ ഉടയവരൊക്കെ തന്നെ എവിടെയാണ് എന്നറിയാത്ത ആൾക്കാർ. അല്പസമയം മുമ്പ് ADGP MR രജിസ്കുമാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. 10 മീറ്റർ മുതൽ 70 മീറ്റർ വരെ ആഴത്തിൽ പല മണ്ണ് മൂടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണിനടിയിൽ ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ പ്രവചിക്കുക അസാധ്യമാണ്. 5 ദിവസമായി ഞാൻ ചോദിച്ചു, 5 ദിവസമായി എന്താണ് ഒരവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കില്ലേ, നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയല്ലേ എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഇനി പ്രതീക്ഷ ഇനി എന്താണ് കാണാൻ കഴിയുക എന്ന വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ അവിടുത്തെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ്. അതിന് സർക്കാർ തലത്തിൽ ഇപ്പോൾ തിരച്ചിലുകൾ എത്ര നാൾ തുടരും, കണ്ടുകിട്ടാതെ പോകാവുന്നവരെക്കുറിച്ച് എന്താണ് തീരുമാനങ്ങളെന്നൊക്കെ സർക്കാർ അത് വളരെ അനുഭാവപൂർവ്വം അല്ലെങ്കിൽ അതൊരു പ്രത്യേക തീരുമാനപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത കാലഘട്ടത്തൊക്കെ അത് ആ രീതിയാണ് അവലംബിക്കാറ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ആശങ്കകളെക്കുറിച്ച് അത് വേഗത്തിൽ അതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം.